നമ്മുടെ കർത്താവിന് എത്ര ലാവണ്യമുള്ളവനാണ്, എത്ര സുന്ദരനാണ്. 10,000-ങ്ങളിൽ അതിസുന്ദരനായ നമ്മുടെ കർത്താവായ യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ച് നീ നോക്കിയാൽ നിന്റെ മുഖം പ്രകാശിക്കും. നിന്റെ മുഖം പ്രകാശിക്കും. ആ കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിന്റെ മുഖം പ്രകാശിക്കുക മാത്രമല്ല, നിന്റെ ജീവിതം തന്നെ അടിമുടി മാറും. നമ്മുടെ നോട്ടം മാറുന്നതാണ് പലപ്പോഴും നമ്മുടെ വീഴ്ചയ്ക്ക് കാരണം. മനുഷ്യനെ നോക്കുന്നവരുണ്ട്, മനുഷ്യരിൽ ആശ്രയിക്കുന്നവരുണ്ട്, ലോകത്തെ നോക്കുന്നവരുണ്ട്, പലതരത്തിലുള്ള നോട്ടങ്ങളുണ്ട്. കാക്കയെ പോലെയുള്ളവരുണ്ട്. കണ്ടവൻ്റെ കയ്യിലിരിക്കുന്ന അപ്പത്തെ നോക്കുന്നതാണ് കാക്കയുടെ ജോലി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ പല നോട്ടങ്ങളുണ്ട്. പക്ഷേ കഴുകന്റെ ജോലി അതല്ല, ഉയരത്തിലോട്ടൊരു നോട്ടം. അങ്ങനെ ചില കഴുകന്മാരായി നോക്കേണ്ടവനെ ശ്രദ്ധയോടെ നോക്കുന്ന ഒരു കൂട്ടം ജനം. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു തീഷ്ണതയും തീവ്രതയും ഉണ്ടാകും. എനിക്ക് ദൈവത്തെ ആരാധിക്കണം, എനിക്ക് ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കണം, എനിക്ക് ദൈവത്തിന്റെ ആലയം വിട്ടു മാറാതിരിക്കണമെന്നൊക്കെ ഒരാവേശമുണ്ടാകും. അത് രാവിലെ എഴുന്നേറ്റ് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ വരാൻ നിങ്ങൾക്കൊരാവേശം ഉണ്ടാകാത്തതിന് കാരണം ഈ ലോകത്തിൽ പല നോട്ടങ്ങൾ നമ്മളിൽ നിന്ന് പലതും മാറിപ്പോകുന്നത് കൊണ്ട്, നമ്മുടെ ചിന്തകൾ മാറിപ്പോകുന്നത് കൊണ്ട്, നമ്മുടെ ശ്രദ്ധ മാറിപ്പോകുന്നത് കൊണ്ട് പലപ്പോഴും നമുക്കൊരു ആവേശമില്ല.